കൽക്കട്ടയുടെ തെരുവോരങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അച്ഛനാരെന്നറിയാത്ത കുഞ്ഞുങ്ങളെ താലോലിച്ച കഥകൾ, തെരുവു വിളക്കുകൾക്ക് താഴെ വിശന്നൊട്ടിയ വയറുകൾ അത്താഴമുണ്ണാതെ ഉറങ്ങിയതിന്റെ കഥകൾ, തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങൾ തളർന്നു വീണ ഓടച്ചാലുകളുടെ കഥകൾ. പക്ഷേ കൽക്കട്ടയ്ക്ക് ഒരു മാലാഖയുടെ കഥകളും പറയാനുണ്ട്. ചവറുകൂനകൾക്കിടയിൽ പ്രസവിച്ചിടപ്പെട്ട അനാഥ ബാല്യങ്ങളെ നെഞ്ചോട് ചേർത്ത് ചൂട് നൽകിയ ഒരമ്മയുടെ കഥ. പുഴുക്കൾ വളരുന്ന വ്രണം ഉണങ്ങാത്ത മുറിവുകളിൽ സ്നേഹത്തിന്റെ വിരലുകളാൽ സൗഖ്യം പകർന്ന ഒരു കന്യാസ്ത്രീയുടെ കഥ. തെരുവിലെ നായ്ക്കളുടെ ഇടയിൽ അന്തിയുറങ്ങിയ മനുഷ്യക്കോലങ്ങളെ സ്നേഹത്തിന്റെ പുതപ്പു നൽകി പുണർന്ന ഒരു സ്ത്രീയുടെ കഥ. അതെ, കൽക്കട്ടയ്ക്ക് പറയാനുള്ള കഥ ഒരു ക്രിസ്തു ശിഷ്യയുടെ സമർപ്പണത്തിന്റെ കഥയായിരുന്നു. ആഗ്നസ് എന്ന അൽബേനിയക്കാരി എങ്ങനെയാണ് സിസ്റ്റർ തെരേസയായത് എന്നും സിസ്റ്റർ തെരേസ എങ്ങനെയാണ് മദർ തെരേസയായത് എന്നും മദർ തെരേസ എങ്ങനെ പാവങ്ങളുടെ അമ്മയായി എന്നും മനസ്സിലാകുമ്പോൾ മാത്രമേ ഒരു ക്രിസ്തു ശിഷ്യയുടെ ജീവിതത്തിന്റെ കാൽപ്പാടുകൾ നമിക്കാൻ നാം മുതിരുകയുള്ളൂ. മദർ ജീവിച്ചത് ലോകം മുഴുവനുമുള്ള അഗതികൾക്കു വേണ്ടിയായിരുന്നു. സ്നേഹം വറ്റിയ ജീവിതങ്ങൾക്ക് സ്നേഹത്തിന്റെ ഉറവ നൽകാനായിരുന്നു. കണ്ണീരണിഞ്ഞ ജീവിതങ്ങൾക്ക് ആശ്വാസത്തിന്റെ തൈലമാകുവാനായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്രമാത്രം സ്നേഹിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്ത വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം അമ്മ സ്നേഹം തന്നെയായിരുന്നു. ക്രിസ്തുവിന്റെ കുരിശിനെ മാത്രം നോക്കി യാത്ര ചെയ്ത ഒരു സ്നേഹത്തിന്റെ മാതൃരൂപം. അവർ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കെടാവിളക്കായിരുന്നു. കെടാവിളക്ക് എരിയുന്നുണ്ടെങ്കിലും പക്ഷേ കെട്ടുപോകുന്നില്ല. കാരണം അമ്മ എരിഞ്ഞിരുന്നത് സ്നേഹത്തിന്റെ എണ്ണയിലായിരുന്നു, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ എണ്ണയിൽ. ലോകത്തിലെ ഏറ്റവും വലിയ വിശപ്പ് ഉദരത്തിന്റേതല്ല, സ്നേഹത്തിനു വേണ്ടിയുള്ളതാണെന്ന് അമ്മ തിരിച്ചറിഞ്ഞു. ആർക്കും വേണ്ടാത്തവരെ മാത്രം തിരഞ്ഞ് നെഞ്ചോട് ചേർക്കുന്ന അമ്മ കൽക്കട്ടയിൽ നൽകിയ ആ സുഗന്ധം ഇന്ന് ലോകമാകെ പരക്കുന്നു. കൽക്കട്ടയുടെ ചേരികളിൽ അമ്മ നൽകിയത് ദൈവസ്നേഹത്തിന്റെ ആർദ്രമായ തലോടലുകളായിരുന്നു. ഗുരുവായ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജീവിക്കുന്ന ജീവിതങ്ങൾ, സ്വയം ഏറ്റെടുക്കുന്ന കുരിശിലെ ബലിയർപ്പണത്തിന്റെ വർണ്ണചിത്രങ്ങൾ, അപരനുവേണ്ടി സ്വയം ഇല്ലാതാകുന്ന ആത്മസമർപ്പണത്തിന്റെ ബലിയർപ്പണ ചിത്രങ്ങൾ. ചിറകൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു മാലാഖ അരികിൽ വന്നു ചിറകു തന്നു ഹൃദയവായ്പാൽ ബലമേകി. ചിറകൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു മാലാഖ. കാലം ഏറെ മുന്നോട്ടു പോകുന്നു, നഗരം ഏറെ മാറി വരുന്നു. പക്ഷേ ഈ സുഗന്ധം ഇന്നും നിലയ്ക്കാതെ ഇവിടെ നിന്നും ഒഴുകുന്നു. മാസിഡോണിയയിലെ സ്കോപ്ജെ ഗ്രാമത്തിൽ നിക്കോളാസ് ബാജക്സുവിന്റെയും റോസദ്രോണാഫിലെ ബാർണായുടെയും മൂന്നാമത്തെ മകളായിരുന്നു ഗോങ്ഷ എന്ന് വിളിച്ചിരുന്ന ആഗ്നസ്.
ചെറുപ്പത്തിലെ തന്നെ വീട്ടിൽ അനാഥരെയും അഗതികളെയും വിളിച്ചുവരുത്തി ഭക്ഷണം നൽകുന്നതിൽ മാതാപിതാക്കൾ അവൾക്ക് മാതൃകയായിരുന്നു. ആഗ്നസിന് 7 വയസ്സായപ്പോൾ പിതാവ് മരണപ്പെട്ടു. അമ്മ റോസ പിന്നീട് ദാരിദ്ര്യത്തിന്റെ നടുവിലും 6 അനാഥ കുഞ്ഞുങ്ങളെ ദത്തെടുത്തു വളർത്തിയിരുന്നു. ഇടവകയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കുഞ്ഞുനാൾ മുതലേ ആഗ്നസ് പങ്കുചേർന്നിരുന്നു. ഭാരതത്തിൽ സേവനം ചെയ്തിരുന്ന ഈശോ സഭാ വൈദികരിൽ നിന്നുമാണ് ചേരികളിൽ വസിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്നസ് അറിയുന്നത്. അന്നു മുതൽ തന്നെ അവർക്കു വേണ്ടി എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് കുഞ്ഞ് ആഗ്നസ് മനസ്സിൽ പ്രാർത്ഥിച്ചിരുന്നു. ആഗ്നസിന്റെ മനസ്സിൽ ഇളം പ്രായത്തിൽ തന്നെ ഇന്ത്യ എന്ന രാജ്യം ചേക്കേറിയിരുന്നു. ഒരു സാധാരണ പാശ്ചാത്യരെ ആകർഷിക്കും വിധമുള്ള ഒന്നായിരുന്നില്ല ആ ഇന്ത്യൻ പ്രേമം. തെരുവു ബാല്യങ്ങൾ അനേകം ഉള്ള നാട് എന്നതു തന്നെയായിരുന്നു ഈ മനസ്സിലെ ഭാരതസ്നേഹത്തിന്റെ കാരണം. ചേരികളിൽ കഴിയുന്ന അനേകം മനുഷ്യരുള്ള നാട് എന്നതിനാൽ തന്നെ ഇന്ത്യയിൽ വന്ന് അവരെ ശുശ്രൂഷിക്കുക എന്നത് ആഗ്നസിന് ഏറെ സന്തോഷമായിരുന്നു. അതിനായി അവൾ ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് ലൊറേറ്റയിൽ അംഗമായി. 1929 ജനുവരി 10 ഡാർജിലിംഗിലെ ലൊറേറ്റോ മഠത്തിൽ അവൾ ചേർന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ഭക്തയായിരുന്ന ആഗ്നസ് അങ്ങനെ തെരേസ എന്ന പേര് സ്വീകരിച്ച് കന്യാസ്ത്രീയായി മാറ്റപ്പെട്ടു. സിസ്റ്റർ തെരേസയുടെ ആദ്യ സേവനരംഗം കൽക്കട്ടയിൽ കന്യാസ്ത്രീകൾ നടത്തിയിരുന്ന ആശുപത്രിയിലായിരുന്നു. വേദനയുടെയും ദാരിദ്ര്യത്തിന്റെയും രംഗങ്ങൾ അവൾ അവിടെ കണ്ടു. താമസിയാതെ തെരേസയെ അധ്യാപക പരിശീലനത്തിനയച്ചു അധികാരികൾ. പരിശീലനകാലത്ത് ഒഴിവു സമയങ്ങളിൽ തെരേസ ആശുപത്രിയിലെത്തി രോഗികളെ പരിചരിച്ചിരുന്നു. അധ്യാപക പരിശീലനവും ബംഗാളി ഭാഷയും വശമാക്കിയ തെരേസയെ ലൊറേറ്റോ മഠത്തിന്റെ കീഴിലുള്ള ചേരി പ്രദേശത്തെ സെയിന്റ് മേരീസ് സ്കൂളിൽ അധ്യാപികയായി നിയമിച്ചു. സ്കൂളിലെ തൂപ്പുജോലി മുതൽ കുട്ടികളെ വീട്ടിലെത്തിക്കുന്ന ജോലി വരെ തെരേസ ചെയ്തു. കുട്ടികൾ തെരേസയെ അമ്മയെപ്പോലെ സ്നേഹിച്ചു. അവരാണ് തെരേസയെ ആദ്യമായി മാ അഥവാ അമ്മ എന്ന് വിളിച്ചത്. തെരേസ കുട്ടികൾക്ക് അധ്യാപിക എന്നതിനേക്കാൾ അമ്മ തന്നെയായിരുന്നു. ചേരിപ്രദേശത്തെ കുട്ടികളിലൂടെ സിസ്റ്റർ തെരേസ ചേരിയിലെ അവരുടെ കുടുംബങ്ങളിലെ നിത്യസന്ദർശകയായി മാറി. നിരാലംബരുടെ ജീവിതം തെരേസയ്ക്ക് സുപരിചിതമായി. അവരുടെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും അവളും പങ്കാളിയായി. ചേരിയിലെ ഞെട്ടിക്കുന്ന ജീവിതവും തീരാവേദനയും തെരേസയുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി. മെയ് 24 തെരേസ നിത്യവ്രത വാഗ്ദാനം ചെയ്തു. തുടർന്ന് ഒരു സെക്കൻഡറി സ്കൂളിന്റെ ഹെഡ്മിസ്ട്രസ് ആയി നിയമിതയായി. ഇന്ത്യ വിഭജിക്കണമെന്ന മുറവിളി ഉയർന്നു നിൽക്കുന്ന കാലം. 1946 ഓഗസ്റ്റ് 16 ബംഗാളിന്റെ വിഭജനം കൽക്കട്ടയ്ക്ക് താങ്ങാവുന്നതിലേറെയായിരുന്നു. കൽക്കട്ട എന്ന മഹാനഗരം പൂർവ്വ പാകിസ്ഥാനിൽ തന്നെ വേണമെന്ന് വാശിപിടിക്കുന്ന ആളുകൾ ഒരു വശത്ത്, അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന ആളുകൾ മറുവശത്ത്. ഇവർ ആഹ്വാനം ചെയ്ത കുപ്രസിദ്ധമായ ഡയറക്റ്റ് ആക്ഷൻ ഡേ മനുഷ്യക്കുരുതിയിലാണ് കലാശിച്ചത്. 3 നാൾ മുൻപ് പ്രഖ്യാപിച്ച പൊതു അവധി ഫലത്തിൽ കർഫ്യൂ ആയി മാറി. എല്ലാ സ്ഥാപനങ്ങളിലും നിന്ന് സ്വയം അവധി പ്രഖ്യാപിച്ചിറങ്ങിയ തൊഴിലാളികൾ കൽക്കട്ടയുടെ വിശാലമായ പാർക്കിൽ സമ്മേളിച്ചു. സമ്മേളനം അക്രമാസക്തമാകുവാനും ഒരു വലിയ സാമൂഹിക ലഹളയാകുവാനും അധിക സമയം വേണ്ടിവന്നില്ല. പോലീസിനോ പട്ടാളത്തിനോ നിയന്ത്രിക്കാൻ കഴിയാതെ വന്ന ലഹളയിൽ 5000-ലധികം പേർ വെട്ടിനുറുക്കപ്പെട്ടു. 3000-ഓളം പേർ വികലാംഗരായി. അതായിരുന്നു ഗ്രേറ്റ് കൽക്കട്ട കില്ലിംഗ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ സംഭവം.
വീടുകളിൽ അടച്ചുപൂട്ടിക്കഴിഞ്ഞിരുന്ന ജനങ്ങൾ ഭക്ഷണത്തിനും വെള്ളത്തിനുമായി വലഞ്ഞു. അപ്പോഴാണ് ലഹളകൾക്ക് ഇന്നും കുപ്രസിദ്ധമായ ടെൻഗ്ര എന്ന സ്ഥലത്തെ ലൊറേറ്റോ ഇറ്റലി എന്ന സ്ഥാപന സമുച്ചയത്തിന്റെ കൂറ്റൻ ഗേറ്റുകൾ തള്ളിത്തുറന്നുകൊണ്ട് ഒരു കൊച്ചു കന്യാസ്ത്രീ തെരുവിലേക്ക് ഇറങ്ങി വന്നത്. തലങ്ങും വിലങ്ങും പായുന്ന ആംബുലൻസുകൾ, പട്ടാള വാഹനങ്ങൾ, വെട്ടിപ്പിളർന്ന് ചോരയൊലിക്കുന്ന മനുഷ്യ ശരീരങ്ങൾ, സ്വന്തം രക്തത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അർദ്ധപ്രാണർ, കൂർത്ത ഇരുമ്പായുധങ്ങൾ തുളച്ചുകയറി വേദന കൊണ്ട് പുളയുന്നവർ, യുദ്ധഭൂമിയെ വെല്ലുന്ന കാഴ്ചകൾ. ആ കന്യാസ്ത്രീ ഞെട്ടിത്തരിച്ചുപോയി. അന്ന് പുറത്തിറങ്ങിയ അമ്മയ്ക്ക് പിന്നീട് വിശ്രമമുണ്ടായിരുന്നില്ല. അമ്മ തെരുവോരങ്ങൾ മുഴുവൻ നടന്ന് അനേകരെ ശുശ്രൂഷിച്ചു. അനേകം കുഞ്ഞുങ്ങളെ തങ്ങൾക്ക് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് അമ്മ മാറ്റി. ഭക്ഷണപ്പൊതികളുമായി അമ്മ ചേരികൾ തോറും സഞ്ചരിച്ചു. അംഗവൈകല്യം വന്ന അനേകരെ മുറിവുകൾ വച്ചുകെട്ടി ശുശ്രൂഷിച്ചു. മരുന്നും മറ്റും ഇല്ലാത്തവർക്ക് അമ്മ അതെല്ലാം എത്തിച്ചു നൽകി. അവർ ആ സ്ത്രീയെ വിളിച്ചു ഞങ്ങളുടെ അമ്മ. ശുശ്രൂഷകൾ അങ്ങനെ തുടർന്നു വന്നു. പിന്നീട് അമ്മയ്ക്ക് ഇതൊരു ദൈവവിളിയാണെന്ന് തിരിച്ചറിവ് കിട്ടി. അതിനായി അമ്മ അനേകം നാളത്തെ പ്രാർത്ഥനകൾക്കും ആലോചനകൾക്കും ശേഷം സഭാധികാരികളുടെയും മറ്റും അനുവാദത്തോടെ ഒരു ശുശ്രൂഷാ സഭ തന്നെ രൂപീകരിച്ചു. ദരിദ്രർക്കു വേണ്ടി ജീവിക്കുകയല്ല എന്റെ ലക്ഷ്യം, ദരിദ്രരോടൊത്തു ജീവിക്കുകയാണ് എന്ന് അമ്മ സഭാധികാരികളെ ബോധിപ്പിച്ചു. 38-ാം വയസ്സിൽ സിസ്റ്റർ തെരേസ ലൊറേറ്റോ സന്യാസ സമൂഹത്തിൽ നിന്നും വേർപെട്ട് വെളുപ്പിൽ നീലവരെയുള്ള വില കുറഞ്ഞ കൈത്തറി സാരിയുടുത്ത് തെരുവോരങ്ങളിലും ചേരികളിലും എത്തി രോഗികളെയും മറ്റു മരണാസന്നരെയും പരിചരിക്കാൻ ആരംഭിച്ചു. ഇതിനിടയിൽ നഴ്സിംഗ് പരിശീലനവും പൂർത്തിയാക്കി. പിന്നീട് അമ്മയുടെ ശുശ്രൂഷാ ജീവിതത്തിന്റെ സുപ്രധാന കാലഘട്ടമായിരുന്നു. ചേരികളിൽ വന്നുപോകുന്ന വെള്ളസാരിയുടുത്ത കന്യാസ്ത്രീയെ ആളുകൾ അകമഴിഞ്ഞ് സ്നേഹിച്ചു. എല്ലാവർക്കും അവൾ അമ്മയായിരുന്നു. അമ്മയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായ കൽക്കട്ടയിലെ ചില വ്യക്തികൾ അമ്മയെ സഹായിക്കുവാൻ മുന്നോട്ടു വന്നു. ചില ചെറുപ്പക്കാരും അമ്മയോടൊപ്പം ഈ ചേരി പ്രദേശങ്ങളിലെ പ്രത്യേക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നു. അനുയായികൾ വർദ്ധിക്കുന്നതായി കണ്ട സിസ്റ്റർ ഒരു സന്യാസ സഭ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. നിരന്തരമായ പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും അവസാനം 1950 കൊന്തമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ 12 സഹശുശ്രൂഷകരോടൊപ്പം അമ്മ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന പേരിൽ ശുശ്രൂഷകരുടെ ഒരു കൂട്ടായ്മ ആരംഭിച്ചു. ദരിദ്രരുടെയും രോഗികളുടെയും എണ്ണം പെരുകിയപ്പോൾ ലോവർ സർക്കുലർ റോഡിലെ ഒരു വീട്ടിലേക്ക് അവരെ മാറ്റുകയും അത് പിന്നീട് മദർ ഹൌസായി അവിടെ രൂപീകൃതമാവുകയും ചെയ്തു. ഇത് അമ്മയ്ക്ക് ഏർപ്പാടാക്കി നൽകിയത് ആ ദേശത്തെ നല്ലവരായ നാട്ടുകാരായിരുന്നു. മദർ 44 വർഷം ജീവിച്ചത് ഈ ശുശ്രൂഷാ ഭവനത്തിലായിരുന്നു. 1952 ആശുപത്രികളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട രോഗികൾക്കായി അമ്മ കാലിഘട്ടിൽ ഒരു പ്രത്യേക ഭവനം രൂപീകരിക്കുകയും അനേകം രോഗികളെ അവിടെയെത്തി പരിചരിക്കുകയും ചെയ്തു വന്നു. ഇതാണ് പിന്നീട് നിർമ്മൽ ഹൃദയ് എന്ന ശുശ്രൂഷാലയമായി മാറ്റപ്പെട്ടത്. പുഴുവരിച്ച മുറിവുകളുള്ള അനേകം രോഗികളെ അമ്മയും സഹശുശ്രൂഷകരും അവിടെ പരിചരിച്ചു. അല്പം ചില ആളുകൾക്ക് ഇതിൽ എതിർപ്പ് തോന്നി അവിടുത്തെ ആരോഗ്യവകുപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഡോക്ടർ അഹമ്മദിനെയും കൂട്ടി അവർ ഒരിക്കൽ മദർ ഹൌസിലേക്ക് ഇരച്ചുവന്നു. ഉള്ളിൽ കയറിയ ഡോക്ടർ കാണുന്നത് അമ്മ ഒരു രോഗിയുടെ മുറിവിൽ നിന്ന് പുഴുവിനെ പുറത്തെടുക്കുന്നതായിരുന്നു. പുറത്തിറങ്ങിയ ഡോക്ടർ മുഹമ്മദ് ജനങ്ങളോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു:
ഈ സ്ത്രീയെ ഇവിടെ നിന്ന് പുറത്താക്കാനാണോ നിങ്ങൾ ആവശ്യപ്പെട്ടത്? ചെയ്യാം, പക്ഷേ അതിനു മുൻപ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യാൻ നിങ്ങളുടെ അമ്മമാരോടും സഹോദരിമാരോടും പറയൂ. ഒരു നിമിഷം നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, അകത്തുള്ളത് ഒരു വിശുദ്ധയാണ്. കുഷ്ഠരോഗികൾ, പട്ടിണി പാവങ്ങൾ എന്നിവരെ ശുശ്രൂഷിച്ച് നിർമ്മൽ ഹൃദയ് ഇന്നും കൽക്കട്ടയിൽ നിലനിൽക്കുന്നു. മരണാസന്നരായ രോഗികളെ കുളിപ്പിച്ചും മുറിവുകൾ വച്ചുകെട്ടിയും ഈ കൂടാരം ഇന്നും കൽക്കട്ടയിൽ നിലകൊള്ളുന്നു. മരണാസന്നനായി അവിടെയെത്തിയ യാചകൻ പറഞ്ഞ വാക്കുകൾ മദർ തെരേസയും സിസ്റ്റേഴ്സും ഒരിക്കലും മറന്നിരുന്നില്ല. തെരുവിൽ മൃഗത്തെപ്പോലെ ജീവിച്ച ഞാൻ മാലാഖയെപ്പോലെ മരിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും കിട്ടാതിരുന്ന സ്നേഹമാധുര്യം മരണസമയത്ത് ഞാൻ അനുഭവിക്കുകയാണ്. അമ്മേ, നന്ദി, 1 കോടി നന്ദി. അമ്മ ഒരിക്കൽ പറഞ്ഞു, വിശപ്പുമാറ്റാൻ ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രവും കയറിക്കിടക്കാൻ വീടും ഇല്ലാത്തത് മാത്രമാണ് ദാരിദ്ര്യം എന്നു നാം കരുതുന്നു. പക്ഷേ ആർക്കും വേണ്ടാത്തവരുടെയും സ്നേഹിക്കാനോ ശുശ്രൂഷിക്കാനോ ആരുമില്ലാത്തവരുടെയും വേദനാകരമായ അവസ്ഥയാണ് കഠിനമായ ദാരിദ്ര്യം. മദർ തെരേസ നടക്കാത്ത തെരുവുകളും ചേരികളും കൊൽക്കത്തയിലില്ല. എത്രയോ അനാഥ കുഞ്ഞുങ്ങൾ മദറിന്റെ തോളിൽ കിടന്ന് അമ്മയുടെ ചൂടറിഞ്ഞു. എത്രയെത്ര തെരുവു കുട്ടികൾ അവരുടെ മെലിഞ്ഞുണങ്ങിയ വിരൽത്തുമ്പിൽ തൂങ്ങി വാത്സല്യം അനുഭവിച്ചു. ആർക്കും വേണ്ടാത്ത എത്രയോ മനുഷ്യരെ അവർ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൽക്കത്തയുടെ തെരുവുകളിൽ ആർക്കും വേണ്ടാത്തവരായി ഇപ്പോൾ ആരും മരിക്കുന്നില്ല. അത്തരക്കാരെ കണ്ടാൽ ആളുകൾക്കറിയാം അവരെ മദർ തെരേസയുടെ വീട്ടിലെത്തിച്ചാൽ മതിയെന്ന്. ജനിച്ചയുടനെ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളിയുമില്ല കൊൽക്കത്തയിൽ ഒരിടത്തും. മദർ തെരേസയുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ വിളിച്ചറിയിച്ചാൽ മതി, അവർ ആ കുഞ്ഞുങ്ങളെ വന്നു കൊണ്ടുപോയിക്കൊള്ളും. AJC ബോസ് റോഡിലെ മദർ ഹൌസിന് വിളിപ്പാടകലെയുള്ള ശിശുഭവനിൽ 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് ജീവിതത്തിലേക്ക് പിച്ചവച്ചു നടക്കുന്നത്. കൊൽക്കത്തയിൽ മാത്രമല്ല, ഇന്ത്യയുടെ എത്രയോ നഗരങ്ങളിൽ മദർ തെരേസയുടെ വീടുകൾ പാവങ്ങൾക്ക് ആശ്രയമാകുന്നു. ലോകത്തെവിടെയും മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ നീലക്കരയുള്ള സാരിയുടുത്ത കന്യാസ്ത്രീകൾ കരുണയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായി മാറുന്നു. പാവങ്ങളോടുള്ള സ്നേഹം മാത്രമല്ല, പാവങ്ങളെപ്പോലെയുള്ള ജീവിതവും അവരുടെ മുഖമുദ്രയായി. തെരുവുകളിലെ അഴുക്കുചാലുകളിലേക്ക് എടുത്തെറിയപ്പെടുന്ന ചോരക്കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് രക്ഷിക്കുന്ന മദർ പറയുമായിരുന്നു, ശിശുക്കൾ ഒരു ഭാരമായി തോന്നുന്നുവെങ്കിൽ അവരെ എനിക്ക് വിട്ടുതരിക, തെരുവിലേക്കെറിയാതിരിക്കുക. 1979 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങിക്കൊണ്ട് മദർ പറഞ്ഞു, എന്റെ ദീർഘകാലത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഞാനൊരു സത്യം കണ്ടെത്തി. ഏറ്റവും മാരകമായ രോഗം കുഷ്ഠമോ ക്ഷയമോ അല്ല, അനാഥത്വമാണ്. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, ഇന്ത്യയിൽ ഒരു ദിവസം മദ്യത്തിനും ആഡംബരങ്ങൾക്കും ചെലവിടുന്ന നോട്ടുകൂമ്പാരങ്ങളുണ്ടെങ്കിൽ എന്റെ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് 1 മാസം മധുരമിട്ട് ചായ നൽകാൻ തികയും. ശിശുഭവനിലെ കുഞ്ഞുങ്ങളെപ്പറ്റി അമ്മ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളിൽ പലരും മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. ചിലരെ ഞങ്ങൾ എടുത്തുകൊണ്ടുവന്നതാണ്, ചിലരെ ആശുപത്രിയിൽ നിന്നും കിട്ടി. മാതാപിതാക്കൾ ആശുപത്രികളിൽ ഉപേക്ഷിച്ചവർ. ചിലരെ ഞങ്ങൾ ജയിലിൽ നിന്ന് കൊണ്ടുവന്നു, ചിലരെ പോലീസുകാർ ഇവിടെയാക്കി. എങ്ങനെയായാലും ഇവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നു. ഇന്നുവരെ ഒരു കുഞ്ഞിനെയും ഞാൻ വേണ്ടെന്നു പറഞ്ഞിട്ടില്ല. 1962 പത്മശ്രീ നൽകി രാജ്യം അമ്മയെ ബഹുമാനിച്ചു. 1972
രാഷ്ട്രപതിയുടെ പ്രത്യേക അവാർഡിന് അമ്മ അർഹയായി. 1976 രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി മദറിനെ ബഹുമാനിച്ചു. 1979 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അമ്മയെ തേടിയെത്തി. 1980 ഭാരതരത്ന നൽകി രാജ്യം മദറിനെ ബഹുമാനിച്ചു. അങ്ങനെ അനേകം ബഹുമതികൾ ആ കന്യാസ്ത്രീയെ തേടിയെത്തി. എങ്കിലും അമ്മ അതിലൊന്നും തെല്ലും സന്തോഷിച്ചിരുന്നില്ല. കാരണം അമ്മ ഇതൊന്നും ആഗ്രഹിക്കാതെ തന്റെ ഗുരുവായ ക്രിസ്തുവിനെ പ്രതിയുള്ള ശുശ്രൂഷയുടെ ബലിയർപ്പണമാണ് നിർവഹിച്ചു പോന്നത്. എല്ലാം തന്റെ ഗുരുവായ ക്രിസ്തുവിനെ പ്രതി ചെയ്യുന്ന സ്നേഹ ശുശ്രൂഷകൾ മാത്രമായിരുന്നു. 1997 സെപ്റ്റംബർ 5 രാത്രി 8:30 ഈ പാവങ്ങളുടെ അമ്മ തന്റെ മണവാളനായ ക്രിസ്തുവിന്റെ സവിധയെ ചേർക്കപ്പെട്ടു. കൊൽക്കത്തയിലെ തിരുവോരങ്ങൾ മുഴുവൻ മദർ ഹൌസിലേക്ക് കണ്ണീരോടെ ഓടിയെത്തി. മദർ വി ലവ് യു എന്നെഴുതിയ പോസ്റ്ററുകളുമായി അനേകർ കൊൽക്കത്തയിൽ എത്തിച്ചേർന്നു. കൊൽക്കത്തയും ഒപ്പം ലോകം മുഴുവനും തേങ്ങിക്കരഞ്ഞു. കുഷ്ഠരോഗികളും അനാഥമക്കളും പൊട്ടിക്കരഞ്ഞു. നിലച്ചുപോയ സ്നേഹത്തിന്റെ ഓർമ്മകളുടെ ചിത്രങ്ങൾ അവർ അവരുടെ നെഞ്ചിൽ പേറിയിരുന്നു. അമ്മയുടെ ശവമഞ്ചം വഹിച്ചുള്ള യാത്രയിൽ പങ്കെടുത്ത ജനങ്ങളും ലോക നേതാക്കളും ഇതിന് സാക്ഷികളായി. 2003 ഒക്ടോബർ 19 ജോൺ പോൾ രണ്ടാമൻ പാപ്പ മദറിനെ കത്തോലിക്ക സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. ഇന്നും കൊൽക്കത്തയിൽ നിന്നുമുള്ള ഈ മാതൃസ്നേഹം ലോകം മുഴുവൻ നിറയുന്നു. അമ്മയുടെ പ്രവർത്തനങ്ങളെ ലോകം വലിയ ബഹുമാനത്തോടെ കാണുന്നു. സ്വയം ബലിവസ്തുവായ ക്രിസ്തുവിന്റെ സുവിശേഷം അമ്മ കാരുണ്യമായി പ്രഘോഷിച്ചു. പ്രിയ ഗുരുവിന്റെ മുൻപിൽ ഒരു മെഴുകുതിരിയായി അവൾ എരിഞ്ഞു തീർന്നു. കുഷ്ഠരോഗികളെയും പുഴുവരിച്ചവരെയും കണ്ടപ്പോൾ അമ്മ തന്റെ നാഥനെ ഓർത്തു. കുരിശിൽ സ്വയം ബലിയായി മാറിയ തന്റെ നാഥന്റെ ചാരെ അവൾ ഒരു തിരിയായി എരിഞ്ഞു തീർന്നു. മരണത്തിനുമപ്പുറം പകർന്നു നൽകുന്ന മാതൃസ്നേഹത്തിന്റെ ചൂട് നൽകിക്കൊണ്ട് ലോകം മുഴുവൻ അമ്മ നൽകിയ പ്രകാശവുമായി ഈ അഗതികളുടെ സഹോദരികൾ ഇന്ന് സഞ്ചരിക്കുന്നു. അമ്മയുടെ കൊൽക്കത്തയിലെ കബറിടത്തിൽ അനേകായിരങ്ങൾ മെഴുകുതിരികൾ കത്തിച്ച് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ഒരു സന്യാസിനിയുടെ ജീവിതം തന്റെ ഗുരുവിന്റെ മുൻപിലെ സ്നേഹാർച്ചനയാകുന്നു. ഒരു മെഴുതിരി പോലെ ഉരുകുന്ന സ്നേഹാർച്ചന. അനേകർക്ക് വെളിച്ചമേകി കാരുണ്യമേകി ഈ പാവങ്ങളുടെ അമ്മ നിലനിൽക്കുന്നു. കൊൽക്കത്തയിലെ തെരുവോരങ്ങളിലെ ചേരികൾക്കിടയിലെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നേർത്ത നീലക്കരയുള്ള വെള്ളസാരി ധരിച്ച മാലാഖയായി ഈ കാരുണ്യത്തിന്റെ അമ്മ. ചിറകൊടിഞ്ഞൊരു നേരം ചിറകുമായൊരു മാലാഖ അരികിൽ വന്നു ചിറകു തന്നു ഹൃദയമായി പാൽ ബലമേകി ചിറകൊടിഞ്ഞ